തിരഞ്ഞെടുപ്പെടുത്തതോടെ വെള്ളച്ചായത്തിൽ കുളിച്ചൊരുങ്ങുകയാണ് പൊടിയും പായലും പിടിച്ചു കിടന്ന നാട്ടിലെ മതിലുകൾ. AI സാങ്കേതികവിദ്യയടക്കം പരസ്യരംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുമ്പോഴും ചിഹ്നവും പേരും സ്ഥാനാർത്ഥിയുടെ മനസ്സിൽ പതിയാൻ ചുമരെഴുത്തുകൾ വേണമെന്നാണ് കീഴ്വഴക്കം. പോസ്റ്ററുകളേക്കാൾ ആകർഷകമായതിനാലാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഇപ്പോഴും ചുമരെഴുത്തിന് പ്രാധാന്യം നൽകുന്നത്. നീളത്തിൽ മുക്കിയ നൂലുകൊണ്ട് ബോർഡർ വരയ്ക്കും, അതിനുള്ളിലാണ് എഴുത്ത്. ചില വിദഗ്ധർ ബോർഡർ ഇല്ലാതെ നേരിട്ട് തന്നെ മനസ്സിൽ പതിഞ്ഞ ചിഹ്നങ്ങൾ മതിലിൽ പതിക്കും. തിരഞ്ഞെടുപ്പ് കാലം എന്നാൽ കലാകാരന്മാർക്ക് തിരക്കേറിയ ദിവസങ്ങളാണ്. ഫ്ലക്സുകളെ ഒഴിവാക്കി എന്നുള്ളത് ഫ്ലക്സ് പ്ലാസ്റ്റിക് നിരോധനല്ലേ, അതിന്റെ പേര് കുറെ ഒഴിവാക്കിയതല്ലേ. അതിന്റെ നമുക്കിപ്പോ ഇത് വളർന്നിട്ട് നമ്മളിതല്ലാതെ വേറെ ജീവിതമാർഗം തുടങ്ങി കഴിഞ്ഞു. എഴുത്തുകാർക്ക് കംപ്ലീറ്റ് നഷ്ടപ്പെട്ട കാര്യമല്ലേ, അതിപ്പോ പോട്ടെ. പിന്നെയും ഫ്ലക്സ് വരുന്നതും പിന്നെ തുണിയുടെ ഒരു ഫ്ലക്സ് വന്നിരുന്നു, ലീവുകളല്ലാത്തതും കറക്റ്റ് പ്രിന്റിങ് നിലവാരമില്ലാത്തതുമായ ഇപ്പൊ സ്റ്റിക്കറാവും, അതൊക്കെ വരും. പക്ഷെ എല്ലാതും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യും. ആ സ്റ്റിക്കറുകൾ എല്ലാ രീതിയിലും ജീവിക്കും, അവർക്ക് കഴിവുണ്ടാവും. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രാദേശിക നേതാക്കളുടെ രാഷ്ട്രീയ ചുമതല പ്രധാനമായും രണ്ടാണ്: വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലും ചുമരെഴുതാനുള്ള മതിൽ ബുക്ക് ചെയ്യലും. ഇതിനായുള്ള നെട്ടോട്ടത്തിലാവും പലരും. ചിഹ്നവും വാർഡിന്റെ പേരും എഴുതിയാണ് പലയിടത്തും ചുമരുകൾ ബുക്ക് ചെയ്യാറ്. സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം എത്തുന്നതോടെ ചുമരിൽ ഇവരുടെ ചിത്രങ്ങളും പേരും തെളിയും. വീടുകൾക്ക് പെയിന്റ് അടിക്കാൻ ഉപയോഗിക്കുന്ന എമൽഷനാണ് ചുമരെഴുത്തിന് ഉപയോഗിക്കുന്നത്. അരികുകളിൽ ഫ്ലൂറസെന്റ് പെയിന്റും ഉപയോഗിക്കുന്നതോടെ എഴുത്ത് രാത്രിയും തിളങ്ങും. മതിലിൽ ചേർത്ത് വെച്ച് പെയിന്റ് അടിച്ചാൽ ചിഹ്നം തെളിയുന്ന സ്റ്റെൻസിലുകൾ വിപണിയിലുണ്ടെങ്കിലും ചുമരെഴുത്തുകാർ അത് ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഫ്ലെക്സുകളും മറ്റും എല്ലാ ഭാഗത്തും ഉണ്ട്. ഇവിടെ നമ്മളിപ്പോ ചുമരെഴുത്താണ്, പ്രകാശൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതിപ്പോ മറ്റുള്ള എല്ലാവരും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഇവർക്കൊരു അവസരമാണ്, കലാകാരന്മാർക്ക് ഒരു അവസരമാണ്. അത് മാത്രമല്ല, തനത് കല എന്നുള്ള രീതിയിൽ പഴയ ആ കാലിഗ്രാഫിയുടെ ആ ഒരു പ്രാധാന്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിലനിർത്താനുള്ള ഒരു സംവിധാനം കൂടിയാണ്. ഈ വേസ്റ്റ് വരുന്നില്ല. അപ്പോൾ ഫ്ലെക്സിനൊക്കെ അങ്ങനെ കുറേ ഇതുണ്ട്, നമ്മളതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ്. പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ളൊരു പരിപാടി, ആ കല നിലനിർത്താനും പറ്റും. സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സിൽ പ്രിന്റ് ചെയ്ത ചിത്രം മതിലിൽ ഒട്ടിച്ചും ചുറ്റും ചായമടിച്ചും പെയിന്റിംഗ് ആണെന്ന ഫീൽ ഉണ്ടാക്കി ചുമരെഴുതുന്നവരുണ്ട്. ഫ്ലെക്സ് വന്നതോടെ ചുമരെഴുത്തുകളുടെ കാലം കഴിഞ്ഞെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ചുമരെഴുതുന്നവർക്ക് ഇപ്പോഴും ജോലിയുണ്ട്. അവസരങ്ങൾ അല്പം കുറഞ്ഞെന്ന് മാത്രം. AI കാലത്തും ഇതിന് മാറ്റമില്ല.